പാലായിൽ നടന്ന സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ യോഗ അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിച്ച 10ാമത് യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല 112 പോയിന്റുകൾ നേടിയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. 114 പോയിന്റ് നേടി കണ്ണൂർ ജില്ല 2ാം സ്ഥാനവും 26 പോയിന്റ് നേടി കോഴിക്കോട് ജില്ല 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിൽ ജോസ് കെ മാണി MP വിജയികൾക്ക് ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഓണം എന്ന് പറയുന്നത് പോലെ ഓണം നമുക്കറിയാം ആഗോളതലത്തിൽ മലയാളികൾ നടത്തുന്ന ഒരു ആഘോഷമാണ്. എന്ന് പറഞ്ഞ പോലെ യോഗയുടെ പിതൃത്വം ഇന്ത്യ രാജ്യത്തിനുണ്ട്. പക്ഷേ ഇന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങളിലും ഇന്ന് UN പോലും ഇന്ന് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഞാൻ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ മത്സരത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. എന്നിരുന്നാലും നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഒരു കണ്ണാടി എടുത്ത് നോക്കിയാൽ ആ കണ്ണാടിയിൽ നമ്മുടെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ നമ്മുടെ ഉള്ളിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. യോഗ എന്ന് പറയുന്നത് ശാരീരികമായും ആത്മീയമായും മാനസികമായും നമ്മുടെ വളർച്ചയ്ക്കാണ്. പക്ഷെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഉള്ളിലെ സോളിനെ നമുക്കൊന്നുകൂടി മനസ്സിലാക്കുവാനും ആ സോളിനെ നമ്മുടെ ഉള്ളിനെ നമുക്കൊന്നുകൂടെ ക്രമീകരിക്കുവാനും കഴിയും എന്നുള്ളതാണ്. യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് ഗുരുകൾ അധ്യക്ഷനായിരുന്നു. പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി പ്രസിഡന്റ് സജേഷ് ശശി സ്വാഗതവും കൺവീനർ CK ഹരിഹരൻ നന്ദിയും പറഞ്ഞു. യോഗ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രാജഗോപാലൻ, വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണ സ്വാമി, ജോയിന്റ് സെക്രട്ടറി ഷീജ KS, സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ JS ഗോപൻ, ജില്ലാ യോഗ അസോസിയേഷൻ പ്രസിഡന്റ് ലാലുമോൻ, ലാലുച്ചൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നും 13 കാറ്റഗറികളിലായി 750-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പ് സീനിയർ വിഭാഗം മത്സരങ്ങൾ ഒക്ടോബറിൽ മൈസൂരിലും, സബ് ജൂനിയർ വിഭാഗം മത്സരങ്ങൾ ഡിസംബറിൽ ജാർഖണ്ഡിലും നടക്കും.